ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ 12 മണിക്കൂറിലേറെ നീണ്ട പരിശോധനയിൽ ലഭിച്ചത് നിർണായക രേഖകളാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത്. വീടിനോട് ചേർന്നുള്ള ഓഫീസ് മുറിയിലാണ് പ്രധാനമായും SIT സംഘം പരിശോധന നടത്തിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തേടിയായിരുന്നു ഈ പരിശോധന. 12 മണിക്കൂർ നീണ്ട പരിശോധനകൾക്ക് ശേഷമാണ് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഉൾപ്പെടെ SIT സംഘത്തിന് ലഭിച്ചത്. പോറ്റിയും പത്മകുമാറും ചേർന്ന് 2020, 21, 22 കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിരുന്നു. ആറന്മുളയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും നടന്നതായി SITക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് വേണ്ടിയാണ് പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു. ഇതിന്റെ തെളിവും SITക്ക് ലഭിച്ചിട്ടുണ്ട്. പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു പോറ്റി. ചില സമയങ്ങളിൽ ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടന്നിരിക്കാനും സാധ്യത ഉണ്ട് എന്നാണ് SITയുടെ വിലയിരുത്തൽ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാർ എന്ന വിലയിരുത്തലിലാണ് SIT അറസ്റ്റിലേക്ക് കടന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാർ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം വിട്ടുനൽകുന്നതിൽ തീരുമാനമെടുക്കുന്ന ദേവസ്വം യോഗത്തിന് മുൻപ് സ്വന്തം കൈപ്പടയിൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് പത്മകുമാർ എഴുതി ചേർത്തു. ദേവസ്വം യോഗത്തിൽ സ്വർണ്ണപ്പാളി കൈമാറുന്നത് വിശദീകരിച്ചതും പത്മകുമാറാണ്. സർക്കാരിനെയും CPMനെയും പ്രതിരോധത്തിലാക്കി എ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അന്വേഷണ സംഘം നീങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികളുടെ അടുത്തേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലെയും ഒന്നാം പ്രതിയായ റിമാൻഡിൽ കഴിയുന്ന പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തും പോറ്റിയെ സഹായിച്ചവരെ പിടികൂടുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ഘട്ടം. ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമില്ലാത്തവരാണ് ഇവർ. സ്വർണം കൈമാറിയതിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും വിവരം അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം വീട്ടിൽ സൂക്ഷിച്ച പോറ്റിയുടെ സഹായി കോട്ടയം ആനിക്കോട് CK വാസുദേവൻ, സ്വർണഭൂഷിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ശബരിമലയിൽ നിന്ന് പാളികൾ ഏറ്റുവാങ്ങിയ അനന്ത സുബ്രഹ്മണ്യൻ, പോറ്റിയുടെ സഹ സ്പോൺസർ രമേശ് റാവു, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഉരുക്കിയ സ്വർണം ഗോവർദ്ധന് കൈമാറിയ കൽപേഷ് തുടങ്ങി ഒട്ടേറെ പേർക്ക് കേസിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏതാനും പേരെ വിളിച്ചു വരുത്തിയും അല്ലാതെയും മൊഴിയെടുത്തിരുന്നു. ഇവരെ വീണ്ടും വിളിപ്പിച്ചോ അല്ലാതെയോ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ശബരിമലയിൽ നിന്ന് സ്വർണം കവർച്ച ചെയ്ത കേസിൽ സ്വന്തം കഴുത്തിൽ കുരുക്കിട്ടത് പത്മകുമാർ സ്വയമാണ് എന്ന് പറയേണ്ടി വരും. പത്മകുമാറും വാസുവും മറ്റ് ബോർഡ് അംഗങ്ങളും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഇത്. അതിനൊരു കഥയുണ്ട്. സ്വർണം പിത്തളയും പിത്തള പിന്നീട് ചെമ്പുമായ കഥ. വാസുവും കൂട്ടരും ചേർന്ന് എഴുതിവെച്ച പിത്തള എന്ന വാക്ക് വെട്ടി അതിൽ ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതുകയായിരുന്നു പത്മകുമാർ. സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഈ കുറിപ്പിലാണ് പത്മകുമാർ കുരുങ്ങിയത്. ഒപ്പം മറ്റു 2 ബോർഡ് അംഗങ്ങളെ കൂടി അന്വേഷണ നിഴലിലാക്കിയതും. 2019 കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുക്കാൻ നടന്ന ഗൂഢാലോചനയിൽ പിത്തള എന്ന വാക്കാണ് ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്നത്. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവും ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവും സുധീഷ് കുമാറും അടക്കമുള്ളവർ റിപ്പോർട്ടിൽ എഴുതി വെച്ചതും പിത്തള എന്നായിരുന്നു. കാരണം പിത്തളയ്ക്ക് സ്വർണത്തിന്റെ നിറമാണ് എന്നത് തന്നെ. വാസുവിന്റെ റിപ്പോർട്ട് പത്മകുമാർ അധ്യക്ഷനായ ബോർഡിന്റെ പരിഗണനയിലേക്ക് വന്നപ്പോൾ പ്രസിഡന്റ് പത്മകുമാറാണ് പിത്തള എന്ന വാക്കിലെ അപകടം ചൂണ്ടിക്കാട്ടിയത്. ശബരിമല ശ്രീകോവിലിൽ പിത്തളയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കുറച്ചിലല്ലേ, അതുകൊണ്ട് ചെമ്പായിക്കോട്ടെ എന്ന് പത്മകുമാർ പറഞ്ഞു. പിത്തള വെട്ടി സ്വന്തം കൈപ്പടയിൽ ചെമ്പ് എന്നെഴുതുകയും ചെയ്തു. പാളികളുടെ അടിസ്ഥാന ലോഹം ചെമ്പാണ് എന്നതാണ് പത്മകുമാർ കണ്ട ന്യായം. ഇത് ചെമ്പാണ് എന്നും അതിലുള്ള സ്വർണം മങ്ങിപ്പോയി എന്നും പറഞ്ഞ് നിൽക്കാം എന്നായിരുന്നു പത്മകുമാറിന്റെ വാദം. അതിനോട് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളായ KT ശങ്കർദാസ്, പാലവിള വിജയകുമാർ എന്നിവർ യോജിക്കുകയും ചെയ്തു. പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും പിത്തള വിഷയം പരാമർശിക്കുന്നുണ്ട്. പത്മകുമാറിന്റെ ഇതുവരെയുള്ള വാദം പൊളിച്ചുകൊണ്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എല്ലാം
ഉദ്യോഗസ്ഥർ കാണിച്ച പണിയാണ് എന്നും ഉദ്യോഗസ്ഥർ തന്നത് പാസാക്കി എന്നുമാണ് ഇതുവരെ പത്മകുമാർ പറഞ്ഞിരുന്നത്. എന്നാൽ സ്വന്തം കൈപ്പടയിൽ തന്നെ തിരുത്തിയ റിപ്പോർട്ട് തെളിവായപ്പോൾ പത്മകുമാറിന്റെ കള്ളത്തരം പൊളിഞ്ഞു. താൻ ദേവസ്വം കമ്മീഷണറായിരിക്കെ ഓഫീസിൽ പത്മകുമാർ ഇടപെട്ടുവെന്ന് എൻ വാസുവും മൊഴി നൽകിയിട്ടുണ്ട്. ഫയലുകൾ പരിശോധിച്ചിരുന്നതായും മറ്റു ഓഫീസുകളിലും പോയി ഉദ്യോഗസ്ഥരെ കൊണ്ട് രേഖകൾ തിരുത്തിച്ചതായും പത്മകുമാറിനെ കുരുക്കിലാക്കി എൻ വാസു മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിയൊരുക്കിയത് പത്മകുമാറാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. സ്വർണ്ണപ്പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ബോർഡിൽ ആദ്യം നിർദ്ദേശിച്ചതും പത്മകുമാറായിരുന്നു. ബോർഡിന് മാത്രമായി തീരുമാനമെടുക്കാനാകില്ല എന്ന് ശങ്കരദാസും വിജയകുമാറും നിലപാടെടുത്തതോടെ ഈ നീക്കം നിലച്ചു. പിന്നീട് ഉദ്യോഗസ്ഥ ശുപാർശയോടെ ഔദ്യോഗിക രേഖയാക്കി ഫയൽ നീക്കം തുടങ്ങി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. ഇതിനായി പത്മകുമാർ ഓഫീസുകളിലെത്തി ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഇതിനിടയിൽ എൻ വാസുവിന്റെ ഫയലും എത്തി. പിന്നാലെ ഒരു പരിശോധനയുമില്ലാതെ സ്വർണ്ണപ്പാളി പോറ്റിക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പോറ്റിയും പത്മകുമാറും അടുത്ത ബന്ധമായിരുന്നു. പലപ്പോഴും പത്മകുമാറിന്റെ സഹായി എന്ന നിലയിലോ ബോർഡ് അംഗം എന്ന നിലയിലോ ഒക്കെ പോറ്റി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പ്രസിഡന്റിന്റെ നിർദ്ദേശം ഉദ്യോഗസ്ഥരെ ഫോണിൽ അറിയിച്ചിരുന്നതും പോറ്റിയായിരുന്നു. സ്വർണ്ണ കൊള്ളയ്ക്ക് മാത്രമല്ല, വീണ്ടും സ്വർണം പൂശാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സ്പോൺസർഷിപ്പ് സമാഹരിക്കാനും പോറ്റിക്ക് അനുമതി നൽകിയതും പത്മകുമാറായിരുന്നു. പത്മകുമാർ കുടുങ്ങിയത് CPM-നെയും കുരുക്കിലാക്കും. മുൻ MLA-യും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാറിന്റെ അറസ്റ്റിന് CPM രാഷ്ട്രീയമായി തന്നെ മറുപടി പറയേണ്ടി വരികയും ചെയ്യും. പക്ഷേ പത്മകുമാറിനെതിരെ തിരക്കിട്ട ഒരു നടപടിക്ക് CPM ഇപ്പോൾ തയ്യാറായേക്കില്ല. കാരണം അറസ്റ്റ് നടന്നതിന് പിന്നാലെ പാർട്ടി നടപടിയെടുക്കുന്നത് തെറ്റ് സംഭവിച്ചു എന്നത് പാർട്ടി സമ്മതിക്കുന്നതിന് തുല്യമാകും. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരായ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ശേഷം ആവശ്യമെങ്കിൽ നടപടികൾ ആലോചിക്കാമെന്നതാണ് പാർട്ടി നിലപാട്. പത്മകുമാർ അറസ്റ്റിലായി എങ്കിലും നിലവിൽ കുറ്റാരോപിതൻ മാത്രമാണ് എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് ഈ വിഷയത്തിൽ പാർട്ടി എടുക്കാൻ പോകുന്ന നയസമീപനങ്ങളുടെ സൂചന കൂടിയാണ്. അതോടൊപ്പം തന്നെ പത്മകുമാറിനെയും വാസുവിനെയും ന്യായീകരിച്ച് പ്രതിരോധം തീർക്കാനും പാർട്ടി മുതിരില്ല. ഇരുവരെയും ന്യായീകരിക്കുന്ന നിലപാട് കൈക്കൊള്ളുന്നത് പൊതുബോധ്യത്തിന് എതിരാകുമെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. അത് തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിക്ക് തിരിച്ചടിക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ കുറ്റം ചെയ്തവർ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന നിലപാടായിരിക്കും പാർട്ടി സ്വീകരിക്കുക. ഇക്കാര്യത്തിൽ P. ജയരാജനും EP ജയരാജനും നടത്തിയ സമൂഹ മാധ്യമ കുറിപ്പുകളിലും പത്മകുമാറിനെ പ്രതിരോധിച്ച് ഉദ്യോഗസ്ഥ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ നയിക്കുന്നതിലുണ്ടായ ഭരണപരമായ വീഴ്ചയാണ് മോഷണത്തിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞ ജയരാജന്മാരുടെ നിലപാട് പാർട്ടിക്കോ സർക്കാരിനോ ഇക്കാര്യത്തിൽ ആരെയും സംരക്ഷിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പത്മകുമാറിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി മുൻ ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, N. വിജയകുമാർ എന്നിവരെ വിളിച്ചു വരുത്തി ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ബോർഡ് ഉദ്യോഗസ്ഥരെയും കമ്മീഷണറെയും കുറ്റപ്പെടുത്തിയാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. KP ശങ്കരദാസും N. വിജയകുമാറും മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നത്. വാസുവിന്റെ റിപ്പോർട്ട് തിരുത്തി ഒപ്പിട്ടത് പത്മകുമാർ തന്നെയാണെന്ന് ഇരുവരും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പും പത്മകുമാറിൻ്റെതാണ് എന്ന് ഇരുവരും സ്ഥിരീകരിച്ചു. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്ക്. സർക്കാരിനും പോറ്റി അപേക്ഷ നൽകിയിരുന്നു. പരിശോധിച്ച് ഉചിത തീരുമാനമെടുക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു എന്നീ മൊഴികളിൽ വ്യക്തത വരുത്താനാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുക. ഇത് CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചില്ലറയാകില്ല. വാസുവിനെയും പത്മകുമാറിനെയും പ്രതിരോധിച്ചതുപോലെ അത്ര എളുപ്പമാകില്ല കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് വെളിപ്പെട്ടാലുള്ള പ്രതിരോധം. അതിന് സന്നാഹങ്ങൾ ഒരുപാട് വേണ്ടിവരും പാർട്ടിക്ക്.